ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും വിചാരിക്കും ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യണം എന്ന് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇടാനായിട്ട് സമയം ഇതൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. നമ്മുടെ സുടുക്കുട്ടനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ദിവസമായിട്ട് ഉറക്കവും വാശിയും ഇതൊന്നും ഇല്ല കേട്ടോ. ഉറക്കമില്ലാത്ത കാരണം കൊണ്ട് നമുക്കിത് എഡിറ്റ് ചെയ്തെടുക്കാനും വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാനും ഒന്നിനും സമയം കിട്ടില്ല സത്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നും ഓരോ എക്സ്ക്യൂസാണ് കേട്ടോ. ഇങ്ങനെയുള്ള അമ്മമാർക്കൊക്കെ എന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയത്തിന് അങ്ങോട്ട് അനുസരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കണില്ല കേട്ടോ. നമ്മൾ എപ്പോഴും വിചാരിക്കും നാളെ ഇടണം, ഇന്നല്ലെന്നുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ട് ഇടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് അതിന് സമയം കിട്ടണില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വോയിസ് കൊടുത്ത് ചെയ്യാനായിട്ടുള്ളതൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വൈകിട്ടത്തുള്ള പണികളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുടുക്കുട്ടനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു 2 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 4-4:45 ചില ദിവസം ഒരു 5-5:30 ആവും എണീക്കുമ്പോൾ. ഇപ്പോൾ എണീറ്റത് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മണി തൊട്ട് സുടുക്കുട്ടനെ അങ്ങനെ ഒരു 6 മണി വരെ ഇങ്ങനെ വീൽ ചെയറിൽ ഒറ്റി ഇങ്ങനെ കൊണ്ടു നടക്കണം കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് ആശാന്. പിന്നെ പുറത്തേക്ക് ഇറക്കിയാലോ ഇങ്ങോട്ട് കയറാനും ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. വീൽ ചെയറുമ്പോൾ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒച്ചപ്പാടും ബഹളമാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ. അപ്പോൾ എൻ്റെ അടിക്കലും തുടക്കലും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തേച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ സുടുക്കുട്ടൻ്റെ അടുത്തേക്ക് വരാറ് കേട്ടോ. അപ്പോൾ അത്ര നേരം അച്ചാച്ചനൊക്കെ അവിടെ ഉന്തിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അച്ചാച്ചനങ്ങനെ കാല് കഴിക്കുമ്പോൾ അമ്മേനെ വിളിക്കും കേട്ടോ. അച്ഛനങ്ങനെ അധിക നേരം ഉന്തി കൊണ്ടൊന്നും നടക്കില്ല കേട്ടോ. അപ്പോൾ അതിനിടയിൽ അമ്മയും പോയി ഉന്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ വിളക്കൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ സുടുമോൻ്റെ അടുത്തേക്ക് വേഗം പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വിളക്ക് കഴുകാനായിട്ട് ഇപ്പോൾ പുതിയൊരു ലിക്വിഡ് ലോഷനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് കഴുകുമ്പോൾ നല്ല കളറുണ്ട് കേട്ടോ. ഞാനിത് വെറുതെ ചുമ്മാ പറയണതല്ല കേട്ടോ. നിങ്ങൾക്ക് അതിലും കഴുകി കഴിയുമ്പോൾ കാണാം നല്ലൊരു തിളക്കണ്ടായിരുന്നു ഈ ലിക്വിഡിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. ഞാൻ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. നല്ലൊരു ലിക്വിഡാണ് കേട്ടോ വിളക്ക് കഴുകാനായിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ പുളിയും ഭസ്മതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ നിറം വയ്ക്കിപ്പിക്കാനായിട്ട് ചെയ്യുന്നത്. പക്ഷേ അതിലൊക്കെ കൂടുതൽ നല്ല തിളക്കമുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ വിളക്കൊക്കെ തേച്ചൊക്കെ കഴുകി കഴിഞ്ഞാൽ ഞാൻ കുളിക്കാനും കൂടി പോയിട്ടാ. ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് സുടുമോൻ്റെ അടുത്തേക്ക് ചെല്ലാം. എന്നിട്ട് സമയമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു 4:45 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേനും പിന്നെ ഞാൻ ചെന്ന് കുറേ നേരം ഒന്ന് ഉന്തു കേട്ടോ. എന്നിട്ട് ഉന്തിയൊക്കെ കഴിഞ്ഞ് കുറേയൊക്കെ കഴിയുമ്പോഴാണ് കേട്ടോ സുടുക്കുട്ടൻ ചായയിലും പാലും വെള്ളം എന്തായാലും കുടിക്കുള്ളൂ. തിരിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു ഒന്നും വേണ്ട. അവന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീൽ ചെയറുമ്പോൾ ഇങ്ങനെ ഇരുത്തി കറക്കി അവനെ ഇങ്ങനെ കൊണ്ടുപോകണം. എന്ന് അതിനിടയിൽ വെള്ളം കുടിക്കും. ഒന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ എന്തൊക്കെ കൊടുത്താലും അവൻ കുടിക്കാനോ കഴിക്കാനോ ഒന്നും കൂട്ടാക്കില്ല. അവന് അതുമെന്ന് മതിയാവാണ്ട് അവൻ വീൽ ചെയറുമ്പോൾ ഇറങ്ങൂല്ല. അങ്ങനെ അവന് പുറത്തേക്കൊന്നും കൊണ്ടുപോകണില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തരം കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ കയ്യിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറ്റത്തിട്ട് അവനെ എല്ലായിടത്തെയും അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനെന്നും രാവിലെ ഒരു 7:30 ആവുമ്പത്തേനും പുറത്തേക്ക് ഇറക്കും കേട്ടോ. അപ്പോൾ ഒരു 8:30 വരെ കൊണ്ടിങ്ങനെ നടക്കും. പിന്നെ ഒരു വൈകിട്ട് ഒരു 5 മണി തൊട്ട് 5:30-6 മണി വരെ അങ്ങനെ കൊണ്ട് നടക്കും കേട്ടോ. അപ്പോൾ അവന് ഒരു തണലൊക്കെ അറിയിട്ട് ആകുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇവൻ ജനലൊക്കെ തുറന്നിട്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഈ കാണുന്നുള്ളൂ. പിന്നെ സുടുമോൻ അങ്ങനെ കാണാനായിട്ടും സാധിക്കണില്ല കേട്ടോ. ഞാനിതിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല അത്. അപ്പോൾ നമ്മുടെ സുടുക്കുട്ടൻ്റെ 2 കണ്ണിൻ്റെ ഞരമ്പിന് തളർച്ചയുണ്ട് കേട്ടോ ബ്ലഡ് ക്ലോട്ട് വന്ന കാരണം കൊണ്ട്. അപ്പോൾ അവൻ്റെ നോട്ടം അങ്ങോട്ടൊന്നും കറക്റ്റല്ല. നമ്മുടെ സുടുവിൻ്റെ ഡോക്ടർ പറഞ്ഞേക്കണത് കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഞരമ്പിന് തളർച്ച കാരണം കൊണ്ട് ആ ക്ഷീണം കാരണം കൊണ്ട് അവനങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ അവൻ നോക്കണുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണുണ്ട്. കാഴ്ച ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മങ്ങൽ കാരണം കൊണ്ടാണെന്നാണ് പറയണത് ഡോക്ടർ. ഞരമ്പിന് തളർച്ചയുള്ളത് കാരണം കൊണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനും അവിടെ ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ കേട്ടോ. അപ്പോൾ സുടുക്കുട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനവിടെ കുറച്ച് നേരം ഒന്ന് നിർത്തി നോക്കിയിട്ടാ. എൻ്റെ കാലമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിട്ടോ. അപ്പോൾ അവനുണ്ട് ഒച്ചയ്ക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അവനുന്താണ്ട് അവനങ്ങനെ നിർത്തണതൊന്നും ഇഷ്ടമില്ല കേട്ടോ. അവനിങ്ങനെ ഉന്തി കൊണ്ട് ഇങ്ങനെ നടക്കണം. എന്നാലാണ് അവന് ഇഷ്ടമുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉന്തണത് നീക്കണതൊക്കെ കാണുമ്പോൾ അവൻ ചിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് ചുമ്മാ അങ്ങനെ ജസ്റ്റ് നിർത്തി നോക്കി വെക്കും. അവൻ എന്തെങ്കിലും കാണിക്കണ്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി വെക്കും. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. അവൻ്റെ അടുത്ത്
അവൻ്റെ അടുത്ത് നമ്മുടെ ഒരു പരിപാടി നടക്കില്ല, ഒരു കളി നടക്കില്ല കേട്ടോ. അവൻ്റെ കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ ഇതാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും പിന്നെ ചെടി ഇതൊക്കെ നനയ്ക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് വന്നു. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ചെടികളാണ് കേട്ടോ. ഒന്നും ശ്രദ്ധിക്കാനും പിടിക്കാനും ഒന്നിനും നേരമൊന്നുമില്ല. എന്നാലും ചുമ്മാ കുറച്ച് ചെടികൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നും പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ഇലച്ചെടികൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെച്ചിട്ടുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കാനും പിടിക്കാനൊന്നിനും നേരമില്ല കേട്ടോ. പിന്നെ നമ്മുടെ സുടുക്കുട്ടന് മാങ്ങ കിട്ടിയപ്പോൾ മേമയുടെ വീട്ടിൽ നിന്ന് മാങ്ങ കുറച്ച് കിട്ടിയപ്പോൾ സുടുക്കുട്ടന് അത് ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ രാത്രി ചിലപ്പോൾ സുടുമ ചോറ് ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് അവനെന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിച്ചൊന്നും വരില്ല. അപ്പോൾ ചിലപ്പോൾ രാത്രി ജ്യൂസൊക്കെ ആയിട്ടായിരിക്കും കുടിക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയോ മൂസാമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ അവന്. പിന്നെ രാത്രി മുരിങ്ങയില, അപ്പോൾ പിന്നെ ശോധനക്കുറവൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര പ്രശ്നമുണ്ട്. ചിലപ്പോൾ 5 ദിവസമൊക്കെ കഴിയും കേട്ടോ സുടുകൂട്ടൻ അങ്ങനെ. അപ്പോൾ നമ്മൾ പല ഇലക്കറികളൊക്കെ കൊടുത്ത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുന്തിരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിട്ട് ഇങ്ങനെ വരും കേട്ടോ സുടുകൂട്ടന്. അപ്പോൾ അങ്ങനെ പിന്നെ അത് ഭയങ്കര വിഷമം നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ ചെയ്തിട്ടൊക്കെ വേണം. അപ്പോൾ അങ്ങനെ മുരിങ്ങയിലായാലും ഇലക്കറികളായാലും എല്ലാ വെജിറ്റബിൾസും കൂട്ടിയിട്ടായാലും ഡെയിലി കൊടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയില്ലെങ്കിൽ സുടുക്കുട്ടന് ഭയങ്കര സുടുക്കുട്ടനെന്ന് തന്നെയല്ല എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. വയറ്റിൽ നിന്നൊരു ശോധന ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഒരു 5 ദിവസമായാലും 6 ദിവസമായാലും കഴിയുമ്പോൾ. അപ്പോൾ സുടുമോനെ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ, എപ്പോഴും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ മുരിങ്ങയില എടുത്തിട്ട് സുടുവിന് അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. മുരിങ്ങയിലയുടെ കൂടെ അങ്ങനെ മുട്ടയിട്ട് കൊടുക്കുക, അങ്ങനെ മുരിങ്ങയില തന്നെ തേങ്ങയൊക്കെ ഇട്ട് ചരുകിയൊക്കെ വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ചോറ് ചിലപ്പോൾ അവന് മുരിങ്ങയില തന്നെ ഇട്ടിട്ട് പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറികളോ വല്ല പപ്പടം വറുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ. സുടുവിന് അങ്ങനെ ടേസ്റ്റും രുചിച്ചൊക്കെ നോക്കണതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അവനെ നമ്മൾ ശവശരിച്ച് തിന്നാത്തതൊന്നും നോക്കണ്ട. അവന് വായിൽ ഇങ്ങനെ അവന് വെച്ച് കൊടുക്കുമ്പോൾ അവൻ ടേസ്റ്റൊക്കെ രുചിച്ചൊക്കെ നോക്കിയിട്ടാണ് കിട്ടാൻ കഴിക്കുള്ളൂ. കാരണം അവൻ്റെ ഫുഡിന് സുഖം എന്ന് പറയാനും പറ്റില്ല, ബുദ്ധിമുട്ടൊന്നും പറയാൻ പറ്റില്ല. രണ്ടും ഇല്ലാത്തൊരു പോലെയൊക്കെ തന്നെയാണ്. സുടുവിന് കറികളും ഇതൊക്കെ നോട്ടമൊക്കെ കൂടുതലാണ്. എന്നാൽ 2-3 തരം കറികളെങ്കിലും വേണം അവന്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഞാൻ ഇടയ്ക്ക് ബിരിയാണി ഇതൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ സുടുമോന് ഭയങ്കര ഇഷ്ടം. പിന്നെ രാത്രി ഇങ്ങനെ ചെറുപയർ വെച്ച് കഞ്ഞി, ഞാനെന്നും ചെറുപയർ വെച്ചിട്ട് കഞ്ഞിയാണ് കേട്ടോ രാത്രി കുടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സുടുവിന് ചെറുപയർ ഇങ്ങനെ കഴിപ്പിക്കാൻ വേണ്ടി, സുടുമോന് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപയർ കഞ്ഞി. അപ്പോൾ സുടുവിന് പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ കാരണം ചെറുപയർ മാത്രമായിട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പോൾ അതിൽ കൂടെ മുരിങ്ങയില തോരനോ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടാണ് സുടുമോന് കൊടുക്കണത് കേട്ടോ. മാറി കൊടുത്തുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഏത് മക്കളായാലും കഴിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഷെയ്ക്കായിട്ടോ കഞ്ഞിക്കായാലും എന്തായാലും അവനെ മിക്സിയിൽ തന്നെ അടിച്ച് കൊടുക്കണം, അല്ലാണ്ട് അവൻ കഴിക്കില്ല കേട്ടോ. പിന്നെ വൈകിട്ടത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനായിട്ട് അങ്ങനെ പറ്റിയില്ല കേട്ടോ. പിന്നെ നേരം വെളുത്തിട്ട് സുടുമോനെ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യിക്കാനായിട്ട് ജനാലയുടെ ഒരു കഥക്കൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നിർത്തി. ഇതാണ് നമ്മുടെ സുടുമോൻ്റെ വീടിൻ്റെ ബാക്ക് കേട്ടോ, സൈഡ് ഭാഗം. അത് എൻ്റെ ഫ്രണ്ട് ഞാൻ വീഡിയോ നമ്മുടെ താമസമൊന്നും ആയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. നമ്മുടെ ജനാല തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുടുമോൻ്റെ വീടിൻ്റെ സൈഡ് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ സുടുമോനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിക്കാണ് കേട്ടോ. മഴയൊക്കെ ചാർന്നുണ്ടായി. അപ്പോൾ സുടുമോന് മഴ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടും ഇങ്ങനെ ഇരുത്തും. പിന്നെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പിള്ളേരുകൾ വന്നു കേട്ടോ. വലിയച്ഛൻ്റെ മോൻ്റെ പിള്ളേരുകളാണ് കേട്ടോ. സുടുമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവർ വരുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അവരുടെ കൂടെ കളിക്കാനും പിന്നെ സുടുമോനെ കൊണ്ട് നടക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എൻ്റെ മൂത്തവൾ ഉന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ അവൾക്ക് കൊടുക്കാണ്ട് പിണക്കായിട്ട് അവിടെ സുടുമോൻ കൊണ്ട് ഇങ്ങനെ നടക്കണം ഒരാൾക്ക്. അപ്പം അന്ന് അവളെയും കൂടി പിടിപ്പിച്ചു കേട്ടോ ഉന്താനായിട്ട്. ഒരാൾ കാണിക്കണ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് കളങ്കമില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരാൾ ഉന്തണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടം വരയ്ക്കാനൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സുടിച്ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് വരച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ തെയ്യൂട്ടാ ഈ ഇരുന്ന് പടം വരയ്ക്കണത്. അത് അവളുടെ ചേച്ചി നക്ഷു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലൈവിൽ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പാട്ടൊക്കെ പാടി സൂപ്പറൊക്കെ ആയിട്ട് പാടിയില്ലേ, അതാണ് നമ്മുടെ നക്ഷു. അപ്പോൾ ഈ വരണ ബുധനാഴ്ച അവരുടെ പാട്ടും ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.